ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോളെ എന്താ ഡോക്ടർ പറഞ്ഞത്? മോളോട് നന്നായി റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ രവി പറയുന്നുണ്ട്, നീ ആദ്യം ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അവളെ പറയാൻ അനുവദിക്കുന്നു. അങ്ങനെ ശ്രുതിനോട് പറയാണ്. അപ്പോൾ ശ്രുതിയുടെ ചിരി കണ്ടിട്ട് നമ്മുടെ ഭാമ പറയാണ്, അവൻ്റെ സന്തോഷം കണ്ടില്ലേ, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയാം. അങ്ങനെ എല്ലാവരും നിർബന്ധിക്കുമ്പോൾ ശ്രുതി ആ കാര്യം പറയാണ്, സോറി ആൻറ്റി, ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ചിലവരുടെ കണ്ണുകൊണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രവി ചന്ദ്രമതിയുടെ അടുത്ത് പറയാണ്, ദൈവത്തിനറിയാം ആർക്കൊക്കെ എന്തൊക്കെ എപ്പൊക്കെ കൊടുക്കണം എന്നൊക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞത് നിൻ്റെ അടുത്ത്, ഇത് ആദ്യം ഉറപ്പിക്കട്ടെ, എന്നിട്ട് ഇങ്ങനെ സന്തോഷിച്ചാൽ മതിയെന്ന് പറയാം. ശേഷം സച്ചി രേവതിയുടെ അടുത്ത് പറയാണ്, നീ അത് എനിക്കൊരു മാങ്ങ എടുത്തതായോ, എന്നിട്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് രേവതി ഒരു മാങ്ങ കൊടുത്തിട്ട് സച്ചി പോകുന്നുണ്ട് അവിടെ നിന്ന്. പിന്നീട് ചന്ദ്രമതിയും ഭാമയും കൂടി സംസാരിക്കുകയാണ്. രേവതി ആദ്യം പ്രഗ്നൻ്റ് ആവുമെന്ന് എനിക്ക് പേടി. രേവതി ആദ്യം പ്രഗ്നൻ്റ് ആവരുത്, എൻ്റെ മരുമക്കളിൽ വർഷയോ ശ്രുതിയോ ആയിരിക്കണം ആദ്യം പ്രഗ്നൻ്റ് ആവേണ്ടത്. രേവതി പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അവൾക്ക് കുറച്ച് ആട്ടം കൂടുമെന്ന് ഭാമയുടെ അടുത്ത് പറയാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, നിൻ്റെ മരുമകൾ തന്നെയല്ലേ രേവതി, അവൾ പ്രഗ്നൻ്റ് ആയാലും നീ ഒരു അച്ഛമ്മയാവും എന്ന് പറയാം. അത് വേണ്ട, വർഷയോ ശ്രുതിയോ പ്രഗ്നൻ്റ് ആവണം എന്നാണ് നമ്മുടെ ചന്ദ്രമതി പറയുന്നത്. അപ്പോൾ ഭാമ പറയാണ്, അതിന് വർഷ അവിടെ അല്ല, അവളുടെ വീട്ടിലല്ലേ എന്ന്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ പോവാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയെ ചന്ദ്രമതി ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു, നീ ഇവിടേക്ക് വാന്നൊക്കെ പറയാം. അപ്പോൾ വർഷമാണെങ്കിൽ വർഷൻ്റെയും ശ്രീകാന്തിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. ആൻറ്റി ഇതിൽ കണ്ടോ ഞങ്ങളെ, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി കെഞ്ചി പറയുന്നുണ്ട്, മോളും ശ്രീകാന്തും കൂടി ഇവിടേക്ക് വന്ന്. അപ്പോൾ നമ്മുടെ വർഷമാണെങ്കിൽ അതിനൊന്നും കൂട്ടാക്കണില്ല, അവൾ വരുന്നില്ല എന്നും പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഭാമ ശ്രീകാന്തിനെ കുറിച്ച് ഓരോന്ന് ചന്ദ്രമതിയുടെ അടുത്ത് പറയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ശേഷം വർഷയുടെ അമ്മ ചന്ദ്രമതി എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒരു കാരണം വെച്ചാലും നിന്നെ അച്ഛനെ തല്ലി ആ വീട്ടിലേക്ക് പോവരുതെന്നൊക്കെ പറയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണേലും ചെയ്യും, ഞാൻ ചിലപ്പോൾ പോവും ചിലപ്പോൾ പോവാണ്ടിരിക്കും, എന്ത് വേണേലും ചെയ്യും, അതെൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നീട് കിച്ചണിൽ വെച്ച് ശ്രുതിയും രേവതിയും കൂടെ സംസാരിക്കുകയാണ്. രേവതി ചോദിക്കുകയാണ്, നിനക്ക് നല്ല വിഷമം ഉണ്ടല്ലേ, പ്രതീക്ഷയുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നെഗറ്റീവാന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവുമെന്ന്. നീ വിഷമിക്കേണ്ട, സമയമാകുമ്പോൾ നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ശ്രീകാന്തിൻ്റെ കാര്യം അമ്മ മറന്നിരിക്കുകയായിരുന്നു, ഇപ്പോൾ വീണ്ടും ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പതുക്കെ പറയുന്നുണ്ട്, വേറൊരു കാര്യം ഓർക്കാതിരുന്നാൽ മതിയെന്ന്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, വേറെ എന്ത് കാര്യം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്